ഗ്രൂപ്പ് വഴക്കുകളും സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വഴക്കുകളും ഒക്കെയായി ഇപ്പോൾ ഒരു സംഘർഷപൂരിതമാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസിനകത്തുനിന്ന് പലരും പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരാൾ ചാടി, എനിക്ക് തോന്നുന്നു ഇന്നും ചാടാനുള്ള സാധ്യതയുണ്ട്. ആരാണ്? അപ്പോൾ നിങ്ങൾ കാത്തിരിക്കൂ, ഇന്നല്ലെങ്കിൽ നാളെ ചാടും. അപ്പോൾ പലരും ഇങ്ങനെ കോൺഗ്രസ് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് കോൺഗ്രസിൻ്റെ അവസ്ഥ, യു ഡി എഫിൻ്റെ അവസ്ഥ. ഈ ടി എൻ പ്രതാപൻ അതുകൊണ്ടാവാനല്ല, അവർക്കാകെ കൺഫ്യൂഷനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഏതാണ്ട് 2 ആഴ്ചക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തി, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികൾ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് വരെ അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനോ അതിൽ അവർക്ക് ഏകീകരിച്ചൊരു അഭിപ്രായത്തിലെത്താനോ സാധിച്ചില്ല. അതുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തൃശ്ശൂരിൽ ടി എൻ പ്രതാപൻ 10,000-കണക്കിന് പോസ്റ്റർ കഴിച്ചു, കിലോമീറ്ററുകൾ പദയാത്ര നടത്തി, എല്ലാം ഇപ്പോൾ പാഴായി. ഇപ്പോൾ ഇവിടെ മുരളീധരൻ വരാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്ന പല സ്ഥലത്തും ഇതുപോലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ഈ ബോർഡുകളും അതുപോലെ ചുമരെഴുത്തുകളൊക്കെ നടത്തി. വടകരയിലും ഇതുപോലെ ബോർഡുകളും അതുപോലെ ധാരാളം ചുമരെഴുത്തുകളും വന്നിട്ടുണ്ട്. ഈ 2 മണ്ഡലത്തിൽ മാത്രമല്ല, പല മണ്ഡലങ്ങളിലും വന്നു. അങ്ങനെ ആകെ തന്നെ കോൺഗ്രസിൻ്റെ ഒരവസ്ഥയിലാണ്.